അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സ്ത്രീകളുടെ ക്ഷമയെക്കുറിച്ചാണ്. സ്ത്രീകളുടെ സഹനശക്തിയെക്കുറിച്ച്. സ്ത്രീകളുടെ ക്ഷമയും സഹനശക്തിയും നമുക്ക് അളക്കാൻ സാധിക്കുമോ എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇതൊരു കഥയാണ്, ജീവിത കഥ. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന, ഇന്ന് ജീവിക്കുന്ന ജീവിതം. പിന്നെ ഇതൊരു ജീവിത കഥയായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് നമ്മുടെ ജീവിതവുമായി ബന്ധമുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾ തിരുത്താൻ നോക്കുക. അതാണ് നമ്മുടെ ഉദ്ദേശം. ഇന്ന് സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരുപാട് ജീവിതം നിങ്ങളുടെയൊക്കെ മുന്നിൽ ഞാൻ എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ സദുദ്ദേശം എന്ന് പറയുന്നത് അതിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുടെ നല്ല വശങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുമെന്നുള്ള ഉറപ്പോടെയാണ്. നമ്മൾ പറയുന്ന ഓരോ കഥയും ഇന്ന് സമൂഹത്തിൽ നടക്കുന്നതും ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നതുമാണ്. ആ ഒരു സംഭവ വികാസത്തിലെ സത്യവും അതിൽ നിന്നും നമ്മളെ മറച്ചു വെച്ച സംഭവങ്ങളുമാണ് നിങ്ങളുടെ മുന്നിൽ നമ്മൾ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല കഥകളുടെയും കഥാപാത്രങ്ങളെ ഓപ്പണായി നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കില്ല. എന്ന് വെച്ചാൽ പേരും ഊരും ഒന്നും തന്നെ ഇല്ലാന്ന്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് നമ്മുടെ സമൂഹത്തിൽ നടന്നതാണല്ലോ. ചിലർക്ക് തോന്നും ഇത് എൻ്റെ കഥയാണല്ലോ എന്ന്. അങ്ങനെയുള്ള പല കഥകളുമാണ് നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചത്. ഇതുപോലുള്ള കഥകൾ കേട്ട് ചിലർ നമ്മളെ വിളിച്ചിട്ടുമുണ്ട്, തെറി പറഞ്ഞിട്ടുമുണ്ട്. നമ്മളെ വിളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇതിൽ നിങ്ങൾക്ക് തിരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തുക. നിങ്ങളാണെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നു വരുന്നത് വളരെയേറെ ദുഃഖകരമായിട്ടാണ് നമ്മളൊക്കെ നോക്കിക്കാണുന്നത്. ഈ അടുത്തായി എന്തൊക്കെ അനിഷ്ട സംഭവങ്ങളുണ്ടായി. നമ്മുടെ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും പ്രശ്നങ്ങൾക്കും നമ്മൾ പരിഹാരം ഇന്ന് കാണുന്നത് നമ്മുടെയൊക്കെ മരണത്തിലൂടെയാണ്. മരണത്തിലൂടെ തോൽപ്പിക്കുകയാണ്. അതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാവാത്തത് കൊണ്ടാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു സ്ത്രീയുടെ കഥയിലൂടെ. മാതാപിതാക്കളോട് ദേഷ്യപ്പെട്ട് വീട് വിട്ടിറങ്ങുക, അല്ലെങ്കിൽ ജീവനൊടുക്കുക. ഭർത്താവിൽ നിന്നും നേരിടുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങൾക്കും ഭാര്യമാരിൽ നിന്ന് പരിഹാരം കാണുന്നത് മരണത്തിലൂടെയാണ്. അല്ലെങ്കിൽ മറ്റൊരാളോടുകൂടെ ഒളിച്ചോടി പോവുക. വേറെ ഒരു പരിഹാരവും അവരുടെ മനസ്സിലില്ല. ഇത് എന്തുകൊണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ ഇവർക്ക് എന്താണ് തെറ്റുപറ്റുന്നത് എന്ന്. ഇതിൻ്റെ നല്ല വശം മാത്രം നിങ്ങൾ എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടതാണ്. ഭർത്താവിൽ നിന്നും അവരുടെ കുടുംബത്തിൽ നിന്നും ഉണ്ടായ പ്രശ്നങ്ങൾ കാരണം ഭർത്താവിനെയും 2 മക്കളെയും ഉപേക്ഷിച്ച് ഏതോ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെണ്ണ്. അയാൾ നല്ലവനാണോ കെട്ടവനാണോ എന്നൊന്നും ചിന്തിക്കാതെ ഇറങ്ങിത്തിരിക്കുകയാണ് ചില പെണ്ണ്. കഴുകന്മാരാണെങ്കിൽ ഇങ്ങനെ ഒരു തക്കവും നോക്കി നിൽക്കുകയാണ്. അതൊന്നും നമ്മുടെ സ്ത്രീകൾക്ക് ഇന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. കുടുംബജീവിതം എങ്ങനെയാണ്, അത് നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്. അത് ഒരു സ്വാലിഹത്തായ പെണ്ണാണെങ്കിൽ ആ പെണ്ണിൻ്റെ കുടുംബജീവിതം എങ്ങനെയായിരിക്കും കൊണ്ടുപോകുക. അതുമല്ല മറ്റൊരു സാധാരണ സ്ത്രീയാണെങ്കിൽ ആ പെണ്ണിൻ്റെ കുടുംബജീവിതം എങ്ങനെയായിരിക്കും. ഒരു പാവപ്പെട്ട വീട്ടിലെ നല്ലൊരു മൊഞ്ചത്തിക്കുട്ടി, പടച്ചറബിനെ ഭയന്ന് ജീവിക്കുന്ന പൊന്നുമോള്, ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തിയ ആ ഒരു പൊന്നുമോളെ ഒരുത്തന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയാണ് ആ ബാപ്പ. പാവപ്പെട്ടവനായിരുന്നു. അവിടുന്നും ഇവിടുന്നും കടം വാങ്ങി എൻ്റെ പൊന്നുമോൾക്ക് അവിടെ ഒരു കുറവും വരരുതെന്ന് കരുതി അയാളെ കൊണ്ട് പറ്റുന്നതും പറ്റാത്തതുമായ സ്ത്രീധനങ്ങൾ ആ പൊന്നുമോൾക്ക് നൽകി. അതും കൊണ്ട് ആ ഒരു ദാമ്പത്യ ജീവിതം അവിടെ തുടങ്ങുകയാണ്. ഈ ഒരു പെണ്ണിൻ്റെ ഭർത്താവ് കുടിയോ വലിയോ അങ്ങനെയുള്ള ഒരു ദുശീലവുമില്ല. ഇതിലൂടെ നമുക്കൊന്നും കൂടി മനസ്സിലാക്കാനുണ്ട്. ഈ ദുശീലം എന്ന് പറയുന്നത് കുടിയും വലിയും മാത്രമല്ല എന്ന്. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ വിഷമായി അതിലും വലിയൊരു വിഷമുണ്ടെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാകും. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവരുടെ ജീവിതം ഇവിടെ തുടങ്ങുകയാണ്. നല്ല സന്തോഷമുള്ള ജീവിതം. ആദ്യമൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. കല്യാണം കഴിഞ്ഞ ആദ്യ ഘട്ടത്തിൽ തന്നെ ഇയാളുടെ ജോലി അങ്ങ് പോയി. എന്താ കാര്യം? കല്യാണം കഴിഞ്ഞ് ഒരുപാട് നാളായി ഇയാൾ ജോലിക്കൊന്നും പോവാത്തെ. പണമുണ്ടല്ലോ, ഇവൾക്ക് സ്ത്രീധനമായി കിട്ടിയ പണമുണ്ടല്ലോ. അതിൽ നിന്ന് ഓരോന്നായി ഇയാൾ വിറ്റ് തുലക്കാൻ തുടങ്ങി, വിറ്റ് തിന്നാൻ തുടങ്ങി. ജോലി പോയ ഇയാൾ പിന്നെ ജോലിക്ക് തീരെ നോക്കാതെയായി. ആ പണം തീരുന്നത് വരെ സന്തുഷ്ട കുടുംബം, സുന്ദരമായ ജീവിതം. ഇതിനൊന്നും ആ പെണ്ണ് ഒന്നും പറഞ്ഞില്ല. എല്ലാം അയാൾക്ക് നൽകി ജീവിക്കുകയായിരുന്നു ആ പെണ്ണ്. പലരും പറയും പെണ്ണിന് ക്ഷമയില്ല എന്ന്. ഇതൊന്ന് നിങ്ങൾ കേൾക്കണം. ഒരു പെണ്ണിൻ്റെ ക്ഷമ നിങ്ങൾ കളക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അങ്ങനെ ഇവൾക്ക് കിട്ടിയ സ്വർണമൊക്കെ തീർന്നു. ഇനി അങ്ങോട്ടുള്ള ജീവിതം ദുരിതമായിരിക്കും. ഇയാൾ ജോലിക്കൊന്നും പോകാതെ സുഖം പിടിച്ചു. അതിനിടയിൽ ഇവർക്കൊരു കുഞ്ഞ് പിറന്നു. അങ്ങനെ ഇയാളുടെ കയ്യിലെ പണമൊക്കെ തീർന്നേരം അയാൾ ചെറിയൊരു ജോലിക്ക് പോകാൻ തുടങ്ങി. പിന്നെയുള്ള ഇവരുടെ ജീവിതത്തിൽ വലിയൊരു കഷ്ടതയാണ് ആ പെണ്ണ് അനുഭവിച്ചത്. ആ ഒരു ചെറിയ ശമ്പളം ഇവരുടെ കുടുംബത്തിന് ചിലവിന് വരെ എത്താത്ത അവസ്ഥ. ഇയാളുടെ കാര്യം ഭംഗിയായി കഴിയുന്നുണ്ട്, അത് മതി. അതുമാത്രമേ ഇയാൾക്ക് ചിന്തയുള്ളൂ. ഇയാൾക്ക് തിന്നണം, നടക്കണം, അത്ര തന്നെ. ആ പെണ്ണ് കഴിച്ചിട്ടുണ്ടോ
സ്വന്തം ചോരയിൽ പിറന്ന ആ കുഞ്ഞ് കഴിച്ചിട്ടുണ്ടോ എന്നൊന്നും അയാളുടെ ചിന്തയിലില്ല. സ്വന്തം കാര്യം സിന്ദാബാദ്. ഇതൊന്നും ഒരു പരാതിയായി ആ പെണ്ണ് അയാളോട് പറഞ്ഞതുമില്ല. അയാൾ തിന്നിട്ട് ബാക്കിയുള്ള ആ ചട്ടി ഉമ്മയും ആ മോനും വടിച്ച് തിന്നും. അങ്ങനൊരവസ്ഥ. അത് ഞാൻ പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനയാകുന്നു. ഇത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് തന്നെ ഇത് മനസ്സിലാകും, ഇത് എന്നെക്കുറിച്ചാണെന്ന്. തിരുത്താൻ നോക്കുക. പെണ്ണ് ആ കുടുംബത്തിൽ നേരിടുന്നത് ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്തത്ര വിഷമങ്ങളായിരുന്നു, പ്രയാസങ്ങളായിരുന്നു, ദുരിതങ്ങളായിരുന്നു. ഭക്ഷണത്തിന് എന്തെങ്കിലും ടേസ്റ്റ് കുറഞ്ഞാൽ അയാളുടെ തല്ലായിരുന്നു. അതിൽ വേണ്ടതൊക്കെ ഉണ്ടോ എന്ന് അയാൾ ചിന്തിക്കാറുമില്ല. അയാൾ കൊണ്ടുവരുന്ന കുറച്ച് സാധനങ്ങൾ അയാൾക്ക് തന്നെ വെച്ച് നൽകും, അത്രയേ ഉള്ളൂ. അതിനാണെങ്കിൽ ടേസ്റ്റ് കുറഞ്ഞാൽ ഇവൾക്ക് തല്ലും. നല്ല മൊഞ്ചത്തിക്കുട്ടിയായിരുന്നു. ഇപ്പോൾ ആ പെണ്ണിനെ കണ്ടാൽ ആർക്കും മനസ്സിലാവാത്ത ഒരവസ്ഥ. കുടുംബത്തിൽ പകലെന്നില്ല രാത്രി എന്നില്ലാതെ അയാളുടെ കലഹമായിരുന്നു, ബഹളമായിരുന്നു. അവിടെയുള്ള അയൽവാസികളൊക്കെ കേൾക്കുന്നതായിരുന്നു. നട്ടപ്പാതിരായ എന്നൊന്നുമില്ല, ആ പെണ്ണിനെ വിളിച്ച് ചീത്ത പറയുന്നത് അയൽവാസികൾ കേൾക്കുന്നതാണ്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ തല്ല്. പൈസ തന്നെയാണ് ഇയാളെ ഇങ്ങനെയൊക്കെ ആക്കിയത്. ആദ്യം ഇവൾക്ക് കിട്ടിയ ആ സ്വർണമൊക്കെ അയാൾ ആർഭാടമായി ജീവിച്ചങ്ങ് തീർത്തു. ആ പെണ്ണിനെയും ആ മോനെയും കാണേണ്ട കാഴ്ചയായിരുന്നു. എന്തൊരു കോലമാണിത് എന്ന് ഓരോരുത്തരും ചിന്തിച്ചു പോകും. എന്നിട്ടും ആ പെണ്ണുണ്ടോ ഇത് ആരെങ്കിലും അറിയിക്കുന്നത്? ഇല്ല, അറിയിച്ചില്ല. തൻ്റെ ഭർത്താവ് കൊണ്ടുവരുന്നത് അയാൾക്ക് വിളമ്പി അതിൽ നിന്നും മിച്ചം വരുന്നുണ്ടെങ്കിൽ ആ ഉമ്മയും മകനും കഴിക്കും. അങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്. അതിനൊന്നും ആ പെണ്ണ് യാതൊരു പരാതിയും പറഞ്ഞില്ല. ഒരു ദിവസം പൊന്നുമോളെ ആ ഉമ്മ കണ്ട് പൊട്ടിക്കരഞ്ഞുപോയി. ആ കോലം കണ്ടിട്ട് സുന്ദരിയായ തൻ്റെ മോള് മലിഞ്ഞുണങ്ങിക്കിടക്കുന്നു. അവശയായ നിലയിൽ ആ കുഞ്ഞിനെയും തോളത്തിരുത്തി നടന്നു വരുന്ന ആ കാഴ്ച പ്രായമായ സ്ത്രീകൾ പോലും ഇങ്ങനെ നടക്കില്ല. അത്രക്ക് ക്ഷീണമുണ്ട് ആ പെണ്ണിൻ്റെ മുഖത്ത്. ചോദിച്ചു, പൊന്നുമോളെ നിന്റെ മുഖത്തെന്താണ് പാടുകൾ എന്ന്. അതൊന്നുമില്ല ഉമ്മ, വീണതാണ്, അവിടെ തട്ടിയതാണ്, മുട്ടിയതാണെന്നും പറഞ്ഞ് അവൾ വാക്ക് മാറ്റുകയായിരുന്നു. എങ്ങനെയോ ആ ഉമ്മ അറിഞ്ഞു ഇയാൾ ജോലിക്കൊന്നും പോകാതെ ഇയാളുടെ കാര്യം മാത്രമാണ് നോക്കാറെന്ന്. അങ്ങനെ അയാളെ ഒരുപാട് കുറ്റം പറഞ്ഞ് ഇവൾക്ക് സഹിച്ചില്ല. സ്വന്തം ഭർത്താവിനെ ഉമ്മ കുറ്റം പറഞ്ഞപ്പോൾ ഈ പെണ്ണിന് സഹിച്ചില്ല. ഉമ്മയോട് ആ പെണ്ണ് പറയാണ്, എൻ്റെ ഭർത്താവിനെക്കുറിച്ച് ഇനി ഒരു അക്ഷരം നിങ്ങൾ മിണ്ടിപ്പോകരുത് എന്ന്. അതെൻ്റെ ഭർത്താവാണ്, ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞിൻ്റെ ഉപ്പയാണെന്ന്. പിന്നെ ആ ഉമ്മ ഒന്നും പറഞ്ഞില്ല. എന്തു കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ ഞാൻ സഹിച്ചോളാമെന്ന്. അയാളുടെ കൈകൊണ്ടാണ് എൻ്റെ മരണം പടച്ചറബ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്ന്. അത്രപോലും ആ പെണ്ണ് ഭർത്താവിൻ്റെ കുറ്റവും കുറവും പറഞ്ഞില്ല. ഈ ഒരു ദുരിതപൂർവമുള്ള ഈ ഒരു ജീവിതം എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാമെന്ന് ആ പെണ്ണ് ശ്രമിക്കുകയാണ്. ഇന്നത്തെ പെണ്ണിന് ഇത് സാധിക്കുമോ? ഒന്നെങ്കിൽ വേറെ ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോകും, അല്ലെങ്കിൽ ഒരു കഷണം കയറിൽ അവിടെ ജീവിതം അവസാനിപ്പിക്കും, അല്ലേ? അതാണ് ഞാൻ പറഞ്ഞ, ഒരു സാലിയാത്തായ പെണ്ണിൻ്റെ ചിന്തയും ഒരു സാധാരണക്കാരിയായ സ്ത്രീയുടെ ചിന്തയും രണ്ട് തരത്തിലായിരിക്കും. ഈ പെണ്ണിൻ്റെ സഹനശക്തിയാണ് നമ്മളിവിടെ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു ജീവിത കഥയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ, നിങ്ങൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഇതിന് ക്ലൈമാക്സ് ഉണ്ടാവില്ല. ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ ആ ഒരു പെണ്ണും ആ ഒരു കുട്ടിയും ആ ഒരു ഭർത്താവും നിങ്ങളുടെ മനസ്സിൽ അവരെ കണ്ടിട്ടുണ്ടാകും. ആ വീടും ആ പരിസരവും ഒക്കെ. ആ ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ ഇനി സന്തോഷമുണ്ടാകുമോ? ഇനി ആ പെണ്ണിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും? എത്ര കാലം ഇതുപോലെ ആ പെണ്ണ് ജീവിക്കും? ആ പെണ്ണിൻ്റെ പരാതിയില്ലാതെ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തം ഭർത്താവിൻ്റെ കുറ്റവും കുറവും മറച്ചു വെച്ച് ആ പെണ്ണ് ജീവിക്കുകയാണ്. എന്തിന്? ചോദ്യചിഹ്നമാണത്. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. ഭർത്താവിനെ ഇങ്ങനെ പടച്ചോനായി കാണേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നോക്കിയാൽ കാണുന്ന ദുശീലങ്ങളൊന്നും അയാൾക്കില്ല. പക്ഷെ ചിലരിലുണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നും ചികഞ്ഞു നോക്കാൻ പറ്റാത്ത ദുശീലങ്ങൾ. അവരുടെ മനസ്സ്, കെട്ട മനസ്സ്. ആ പെണ്ണ് എന്നിട്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. പടച്ച റബ്ബിനെ ഓർത്ത്. റെഡിയാകും, ഇന്ന് റെഡിയാകും, അല്ലെങ്കിൽ നാളെ റെഡിയാകും എന്ന് കരുതി. പടച്ച റബ്ബ് അവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാക്കി കൊടുക്കട്ടെ. എന്നിട്ടെന്തായി അവരുടെ ജീവിതം? എന്താവാനാ? ഇത് ജീവിതമാണ്, കഥയല്ല. അവരിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല ഇനി എന്താകുമെന്ന്. അല്ലാഹു അല നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താകുമെന്നറിയാൻ നമ്മൾ ഇനിയും കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക. ഞാനും നിങ്ങൾക്ക് വേണ്ടി എന്നും ദുആ ചെയ്യുന്നുണ്ട്. ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.